UN ജനറൽ അസംബ്ലിയിൽ ഇറാനെ പരസ്യമായി വെല്ലുവിളിച്ചും പലസ്തീൻ നീക്കം ചെയ്ത ഭൂപടം ഉയർത്തിക്കാട്ടിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. തന്റെ വലത്തെ കൈയിൽ ഉയർത്തിപ്പിടിച്ച ഭൂപടത്തിൽ മധ്യപൂർവ്വ രാജ്യമായ ഇറാൻ, ഇറാഖ്, സിറിയ, യമൻ എന്നിവയാണ് ഉണ്ടായിരുന്നത്. കറുത്ത നിറത്തിൽ അടയാളപ്പെടുത്തിയ ഈ രാജ്യങ്ങളെ ശാപമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇടത്തെ കൈയിൽ പച്ച നിറത്തിൽ ഈജിപ്ത്, സുഡാൻ, സൗദി അറേബ്യ, ഇന്ത്യ എന്നീ രാജ്യങ്ങളും ഉണ്ടായിരുന്നു. പച്ച നിറത്തിലുള്ള രാജ്യങ്ങളുടെ ഭൂപടത്തിന് മുകളിൽ അനുഗ്രഹം എന്നാണ് എഴുതിയിരുന്നത്. Ladies and gentlemen, as Israel defends itself against Iran in the Seven Front War, the line separating the blessing and the curse could not be more clear. This is the map I presented here last year. It's a map of a blessing. It shows Israel and its Arab partners forming a land bridge connecting Asia and Europe between the Indian Ocean and the Mediterranean Sea. Across this bridge, we will lay rail lines, energy pipelines, fiber optic cables, and this will serve the betterment of 2 billion people. Now look at this second map. It's a map. Look at the second map. It's a map of a curse. It's a map of an arc of terror that Iran has created and imposed from the Indian Ocean to the Mediterranean. Iran's malignant arc has shut down international waterways. It cuts off trade. It destroys millions, destroys nations from within, and inflicts misery on millions. On the one hand, a bright blessing, a future of hope. On the other hand, a dark future of despair. And if you think this dark map is only a curse for Israel, if you think that, then you should think again. Because Iran's aggression, if it's not checked, will endanger every single country in the Middle East and many countries in the rest of the world. എന്നാൽ ഈ രണ്ട് ഭൂപടങ്ങളിലും പലസ്തീൻ ഉണ്ടായിരുന്നില്ല. ശാപരാജ്യങ്ങൾക്കെല്ലാം ഇറാനുമായി ബന്ധമുണ്ടെന്നും നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം ഇറാനും സഖ്യരാജ്യങ്ങളുമാണെന്നും നെതന്യാഹു ആരോപിച്ചു. ലബനനിലെ ഹിസ്ബുള്ളയ്ക്കും ഗാസയിലെ ഹമാസിനും യമനിലെ ഹൂതി വിമതർക്കും എല്ലാം സൈനിക സാമ്പത്തിക സഹായം ടെഹ്റാനിൽ നിന്നാണെന്നും നെതന്യാഹു ആരോപിച്ചു. ആക്രമിച്ചാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം ഇറാന് മുന്നറിയിപ്പ് നൽകി. ഹിസ്ബുള്ള യുദ്ധത്തിന്റെ വഴി സ്വീകരിക്കുന്ന കാലം മുഴുവൻ ഇസ്രായേൽ അതിനെ പ്രതിരോധിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഗാസയിലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ UN പ്രമേയത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം ഇന്ത്യ വിട്ടുനിന്നിരുന്നു. ഗാസയിലെ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം പലസ്തീനാണ് അവതരിപ്പിച്ചത്. ചരിത്രപരമായി പലസ്തീനെ പിന്തുണച്ചിരുന്ന ഇന്ത്യ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. 124 രാജ്യങ്ങളാണ് ഫലസ്തീനൊപ്പം നിന്നത്. അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെ 14 രാജ്യങ്ങളാണ് പ്രമേയത്തെ എതിർത്ത് നിലപാട് സ്വീകരിച്ചത്. വോട്ടിങ്ങിൽ നിന്നും വിട്ടുനിന്ന 43 രാജ്യങ്ങളിലാണ് ഇന്ത്യ ഉൾപ്പെട്ടത്.